3 പാക്കേജ് മാനേജേഴ്സിനെ പറ്റിയാണ് നോക്കുന്നത്. NPM, YARN, PNPM. ഇപ്പോൾ NPM ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പം NPM ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമ്മുടെ എന്താ പറയുക, ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലേക്കൊന്ന് ഇൻസ്റ്റാൾ ആവും. നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ടോപ്പിക്കിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി NPMനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈബ്രറീനെ പറ്റി. ഓക്കെ, അതായത് NPM പാക്കേജ് മാനേജറിനെ പറ്റി. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിപ്പോൾ ലോഡേഷൻ എന്ന് പറഞ്ഞൊരു പാക്കേജ് നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടോ. ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോജക്റ്റിന് വേണ്ടി ടൂൾസുകളെല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് കണ്ടോ, ഈ നോഡ് മൊഡ്യൂൾസ് ഫോൾഡറിൽ കണ്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പെൻഡൻസികളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുവാണ്. NPM എന്ന് പറഞ്ഞ പാക്കേജ് മാനേജർ. അതായത് ഈ പ്രോജക്റ്റിലെ പാക്കേജസ് എല്ലാം NPM വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. അതിപ്പോൾ നോഡ് മൊഡ്യൂൾസിൻ്റെ ഇൻസ്റ്റാൾ ആയി. അതുപോലെയുള്ളത് ഒരെണ്ണമാണ് യാണും ഒരു പാക്കേജ് മാനേജറാണ്. ഓക്കെ, ഇതിപ്പോൾ യാണിൻ്റെ വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പാക്കേജ് മാനേജർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റ് നിങ്ങളിപ്പോൾ റിയാറ്റോ എന്തെങ്കിലും ഒരു ഫ്രെയിംവർക്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പാക്കേജസ് എല്ലാം അതിലാണ് മാനേജ് ചെയ്യുന്നത്. ഒരുപാട് ഇപ്പം ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ മറ്റേ API കോൾസിനൊക്കെ ആണെങ്കിൽ ആക്സിയോസ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. ആക്സിയോസ് മാനേജ് ചെയ്യുന്ന തന്നെ ആക്സിയോസ് നമ്മൾ പാക്കേജ് മാനേജർ NPMൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പാക്കേജ് മാനേജറുമായിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് NPM വെച്ചിട്ട് നമുക്കൊരു റിയാക്റ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ CRA ആണ് യൂസ് ചെയ്യുന്നത്, ക്രിയേറ്റ് റിയാക്റ്റ് ആപ്പ്. പഴയ ഒരു മെത്തേഡാണ്, ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല, ഡിപ്രിഷ്യേറ്റഡ് ആയിപ്പോയി സംഭവം. ഓക്കെ, ഞാൻ എന്താണ് ഡിഫറൻസ്, ഈ 3 പാക്കേജ് മാനേജറിൻ്റെ ഡിഫറൻസ് എന്താ? ഒരുപാട് നേരം എടുക്കും ബ്രോ ഈ പറഞ്ഞ NPM വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. കാരണം ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് NPM വെച്ചിട്ട് നമ്മളൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, NPM പാക്കേജ് മാനേജർ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, എന്നാ പറയുക, ഭയങ്കരമായിട്ട് സ്പേസ് എടുക്കും ഈ സാധനം NPM. നിങ്ങളിപ്പോൾ നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കണ്ടില്ലേ, അതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അതിൻ്റെ അകത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങളുടെ പ്രോജക്റ്റിന് അത്രയും കാര്യങ്ങൾ വേണ്ടായിരിക്കും, പക്ഷെ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ജസ്റ്റ് ഞാൻ ഇതൊന്ന് റൺ ചെയ്തു, നമുക്ക് ഇതിൻ്റെ അകത്ത് വരാം. കണ്ടോ, നോഡ് മൊഡ്യൂൾസിൻ്റെ സൈസ് എത്ര, 259 MB. കണ്ടോ, ഇത് മുഴുവൻ ഐറ്റംസാണ്. മേ ബി ഇത്രയും ഐറ്റംസിൻ്റെ ആവശ്യമില്ലായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഇത്രയും ഡിപ്പെൻഡൻസിയുടെ ആവശ്യം നിങ്ങളുടെ പ്രോജക്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരിക്കാം. നോഡ് പാക്കേജ് മാനേജറിനെ പറ്റി എല്ലാത്തിനെയും പറ്റി നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് യാൺ വെച്ചിട്ട് നോക്കാം. യാൺ ആക്ച്വലി ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ്, ഒരു പാക്കേജ് മാനേജറാണ്. ക്യാഷിങ്ങും അതുപോലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് NPMനേക്കാളും വേഗത്തിൽ സംഭവം നമ്മൾ യാൺ ഇൻസ്റ്റാൾ കൊടുത്തിന് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആകും കേട്ടോ കാര്യങ്ങൾ. അതുപോലെ നോഡ് മൊഡ്യൂൾസിൻ്റെ ബണ്ടിലിൻ്റെ സൈസും എന്താ പറയുക, NPMനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്, കുറവാണ്. യാൺ കുറച്ചും കൂടിയും നല്ലതാണ്. പക്ഷേ ഒരിക്കലും യാണും ഒരു പ്രോപ്പർ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് PNPMനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് PNPM ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് പാക്കേജ് മാനേജറിലെ ലേറ്റസ്റ്റ് വൺ PNPM ആണ്. ഓക്കെ, NPM അത് കഴിഞ്ഞ് വന്ന തലമുറ യാൺ, ഇപ്പോൾ PNPM. ഓക്കെ, പാക്കേജസ് ഒക്കെ മാനേജ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പാക്കേജസ് ഇൻസ്റ്റാൾ ആകും നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള. നിങ്ങളുടെ പ്രോജക്റ്റിൽ നെറ്റ്വർക്കിങ്, റൗട്ടിങ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനുള്ള പാക്കേജസ് ഉണ്ട്. ഈ പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തത് മാനേജ് ചെയ്യാനുള്ള ഒരു ആളാണ് നമ്മുടെ NPMും യാണും PNPM അതുപോലെയുള്ള ലൈബ്രറീസൊക്കെ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ, പ്രോഗ്രാമുകളൊക്കെ. ഓക്കെ, അപ്പോൾ അതിനെ കിട്ടുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് NPMൻ്റെ മാർക്കറ്റ് പ്ലേസ്. ഓക്കെ, അതുപോലെ യാണിനുണ്ട്, PNPMനുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസ് എടുത്ത് ഇതുപോലെ തന്നെ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉണ്ട് കേട്ടോ പാക്കേജ് മാനേജേഴ്സ്. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് റൺ ചെയ്യാം. യാൺ സ്റ്റാർട്ട്. ഇത് കുറച്ചും കൂടി വേഗതയുണ്ട്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ബണ്ടിലിൻ്റെ സൈസ് അത്രയില്ല NPMനെ വെച്ച് നോക്കുമ്പോൾ. നമുക്ക് നോക്കാം. ഇതേ റൺ ചെയ്ത് വന്നു സംഭവം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ കണ്ടോ, സൈസ് വ്യത്യാസം കണ്ടോ രണ്ടിൻ്റെ.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആണ് PNBM. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് പാക്കേജ് മാനേജറാണ്. ഇതിൽ നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റാളേഷൻ ടൈമിൽ ഇതൊരു ഹാർഡ് ലിങ്ക് സംഭവം കോപ്പി വെക്കുന്നുണ്ട്. അതായത് തന്നെ പിന്നെ ചറപറ പരിപാടി ഇല്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഗ്ലോബലി ഒരു ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റിലേക്ക് ഒരു സാധനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ക് സ്പേസ് നമുക്ക് ലാഭിക്കാം, അതുപോലെ സ്പീഡുമാണ്. ഞാനിത് ജസ്റ്റ് നമ്മുടെ പ്രോജക്റ്റിലേക്ക് NPM യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമട്ടെ. NPM വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്കേജ് മാനേജറിനെ ഇൻസ്റ്റാൾ ചെയ്യണത്. യാണിനെ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇനി ഞാൻ VTAP ക്രിയേറ്റ് ചെയ്യണത്, കാരണം ഈ CRA ഡിപ്രിഷിയേറ്റഡ് ആയിപ്പോയി. ഇപ്പം നമുക്ക് VTAP ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതെന്നാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജസിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ഡിപ്പെൻഡൻസി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ കുറച്ചും കൂടി സെക്യൂർഡാണ്. വേണ്ട സാധനങ്ങൾ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡൻസീസ്. അതുമാത്രമല്ല ഗ്ലോബലി ഇത് ഹാൻഡിൽ ചെയ്യുന്നു, ഹാർഡ് ലിങ്ക് കീപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട് 76 MB ഉള്ളൂ സാധനം. നോഡ് മൊഡ്യൂൾ വളരെ ചെറുതാണ്, കണ്ട് ഹാർഡ് ലിങ്ക് ആണ് കോപ്പി ചെയ്യുന്നത്. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇത് തന്നെ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ പിന്നെ റിയാക്ട് ഡോം ഇൻസ്റ്റാൾ ആകണ്ട. ഈ സിസ്റ്റത്തിൽ വൺസ് ഒരു റിയാക്ട് ഡോം ഒന്ന് ഗ്ലോബലി ഇതായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഉപകാരം. PNBM എല്ലാവരും നിങ്ങൾ യൂസ് ചെയ്യുന്ന പാക്കേജ് മാനേജേഴ്സ് എന്താണ് താഴെ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ PNBM ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. ഇപ്പോൾ കണ്ടോ 76 MB ഉള്ളൂ സാധനം. പിന്നെ ഇത് VTAP ആയതുകൊണ്ട് കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്.